ബോർഡ് വെക്കുന്ന വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. വർക്ക് ചെയ്യുന്നുണ്ട്, അതേ സ്ഥലത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്താ ചെയ്യലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസില് വേങ്ങേരി ഭാഗത്താണ്. വേങ്ങേരി ഭാഗത്ത് കടന്നു പോകുന്ന ഈ ഭാഗത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്ത് കാണാം നമുക്ക്. ഇവിടെ ഒരു വാള് കൊടുക്കുന്നുണ്ട്, അതിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ പോകുന്ന, ഉൾഭാഗത്തിലൂടെ ടൗൺ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡാണിത്. ഇവിടെ ബോർഡ് കൊടുത്ത് കാണാം. വേങ്ങേരി, കണ്ണൂര്, മുംബൈ ഒക്കെ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ മാളിക്കടവ് വരെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഉള്ള വർക്ക് പറഞ്ഞാല് ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വാള് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പാറയൊക്കെ ഉള്ള ഒരു ഭാഗമായിരുന്നു. ഇതൊരു പഴയ റോഡാണ്. ആ പഴയ റോഡിന്റെ സെന്റർ ഭാഗത്താണ് ഇവിടെ ഇപ്പൊ വർക്ക് നടക്കുന്നത്. ഇവിടെ നേരത്തെ ഇവിടെ തുറന്നു കൊടുത്തിരുന്നത്. ഈ ഭാഗത്ത് കാണാൻ പുതുതായിട്ട് നമുക്ക് ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്ക് കഴിഞ്ഞത്. ഇവിടെ ടാറിംഗ് ഒക്കെ പുതുതായിട്ട് കഴിഞ്ഞത്. ഈ ക്രാഷ് ബാരിയർ ഒക്കെ പുതുതായിട്ട് ഇപ്പൊ വെച്ചതാണ്. ഇതിന്റെ സൈഡിൽ കാണാം ഇപ്പോൾ ക്രാഷ് ബാരിയർ, റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് ജോയിന്റ് ചെയ്യുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. കാണാം. ഇവിടെ ചെയ്യുന്നു, ഡ്രൈനേജിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. മിക്സർ വണ്ടി ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി വേങ്ങേരി വരുന്ന അണ്ടർപാസ് കഴിഞ്ഞ് അങ്ങോട്ട് മാളിക്കടവ് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. പുതിയ പുതിയ മാറ്റങ്ങൾ, എവിടൊക്കെ വർക്കുകൾ നടക്കുന്നത് നോക്കാം നമുക്ക്. സർവീസ് റോഡിന്റെ ഭാഗത്താണ് അധിക ഭാഗത്തും വർക്കുകൾ നടക്കാനുള്ളത്. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ ഭാഗത്ത് ഇനിയും ആ ഫുട്പാത്തിന്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പൊ ഇങ്ങോട്ട് പറയല് ഫ്ലോറിക്കൽ ജംഗ്ഷൻ എന്നാണ്. അപ്പൊ ജംഗ്ഷനൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കുറച്ചപ്പുറത്ത് ആ വണ്ടി നിൽക്കുന്ന, എൻ്റെ വണ്ടി നിൽക്കുന്ന ആ ഭാഗത്ത്, ആ ലോറി വരുന്ന ആ ഭാഗത്താണ് ഒരു അണ്ടർപാസ് ഉള്ളത്. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ വർക്കുകൾ ഇവിടെ ചെയ്യുന്നത് കാണാം. നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അണ്ടർപാസ്. അങ്ങോട്ടുള്ള റോഡ് ഇതാ. അവിടെ ആയിരുന്നു ഒരു പഴയ റോഡ് ഉണ്ടായിരുന്നത്. ആ റോഡിന്റെ ഭാഗത്തായിരുന്നു നേരത്തെയൊക്കെ തുറന്നു കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെയുള്ള പുതിയ മാറ്റങ്ങള്, ഇത് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പൊ ഇതാണ് വേങ്ങേരി ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഒരു എക്സിറ്റ്. അതുകൂടെ വർക്കുകൾ ഫുള്ളായിട്ടില്ല, ഇനിയും വർക്കുകൾ വരാനുണ്ട്. കുറെ നമ്മുടെ ഫൈബർ ട്യൂബൊക്കെ കൊടുക്കുന്ന വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഫിനിഷിങ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്തൊന്നും യാത്ര ചെയ്യുന്നതിന് ഒരു തടസ്സങ്ങളൊന്നുമില്ല. ഹൈവേന്റെ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ കുറച്ച് വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളത്. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കുകളുണ്ട്. അതുപോലെ ഈ കോഴിക്കോട് ജില്ലയിൽ വരുന്ന നമ്മുടെ ടോൾ പ്ലാസ ഒക്കെ വരുന്ന ഭാഗത്താണ് കുറച്ച് വർക്ക് കൂടുതലുള്ളത്. അപ്പോൾ നമുക്കിനി മുന്നിലുള്ള പുതിയ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്, നോക്കാം. വേങ്ങേരി ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഫ്ലൈ ഓവറിന്റെ മുൻവശത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ബോർഡുകൾ വെക്കുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. മാളിക്കടവ്, മുംബൈ എന്നുള്ള ബോർഡായിട്ടുള്ളൂ. ബാക്കിയുള്ള ബോർഡുകൾ വെച്ചിട്ടില്ല. വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് വൈകിയിരുന്ന് വർക്കൊക്കെ തീരാൻ. ഇപ്പോൾ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയ വർക്കുകൾ മാത്രമാണ്, ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ഇനിയും കുറച്ച് ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ വർക്ക് തീരാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബോർഡ് വെക്കുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് അടച്ചു വെച്ചതൊക്കെ കാണാം. വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് വരുന്നത്. ശ്രദ്ധയോടെ ഇത് കണ്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ തട്ടിയിട്ട് ആക്സിഡന്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാം.
വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ബോർഡ് വെക്കുന്ന വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഞാൻ ഓവർപാസിന്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. വെയിൽ വന്നാൽ ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ്. വാഹനങ്ങൾ ഇതിനുള്ളിലൂടെ പോകുമ്പോൾ വേറൊരു സൗണ്ടൊക്കെ മാറ്റുന്നുണ്ട്. ഇത് കുറച്ച് വീതിയും നീളമൊക്കെ ഉള്ള ഒരു ഓവർപാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു 11 തൂണോളം ഉണ്ട് ഇതിന് ഇവിടെ കൊടുത്തിട്ട് കാണാം. 11 തൂണുകൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഓവർപാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ ഇനി ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അപ്പൊ ഈ കാരൊക്കെ ഇവിടെയൊക്കെ പെയിന്റിങ് ഒക്കെ ചെയ്ത് കാണുന്നുണ്ട്. അനാവശ്യമൊക്കെ എഴുതിയിട്ടുള്ള പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാളിക്കടവ് ഭാഗത്തേക്കാണ് പോകേണ്ടത്. അവിടെ വലിയൊരു ഓവർപാസ്, ഫ്ലൈ ഓവർ ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണ്, താഴ്ഭാഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരണേ. അപ്പൊ നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വാഹനങ്ങൾ വളരെ വേഗത്തിൽ പോകുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇനി ചെറിയ ചെറിയ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ട്യൂബ് വെക്കുന്ന, ഫൈബർ ട്യൂബ് വെക്കുന്ന ഒരു വർക്കുകളൊക്കെ ചില ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ, അതുപോലെ ഹോള്, വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ ക്രാഷ് ബാരിയർ, ചില ഭാഗത്തൊന്നും ക്രാഷ് ബാരിയറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ചില ഭാഗത്ത് ചെറിയ രീതിയിൽ കുറച്ച് വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ ജോയിന്റിങ് ചെയ്യുന്നുണ്ട്. ജോയിന്റിങ് ചെയ്യുന്ന കൂടെ തന്നെ ആ ഭാഗത്ത് പെട്ടെന്ന് പെയിന്റിങ്ങും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിട്ടുപോകല്ല, അത് എല്ലാം വണ്ടിയിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. എല്ലാ വർക്കുകളും പെട്ടെന്ന് തീർക്കുന്നുണ്ട്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അവർ നല്ല രീതിയിൽ വർക്ക് എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ അതുപോലെ ക്രാഷ് ബാരിയറിന്റെ ജോയിന്റിങ് ആണ് നടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് മാളിക്കടവ് ജംഗ്ഷൻ ഇതിലൂടെയാണ് പോകുന്നത്. മാളിക്കടവ് താഴെ ഭാഗത്ത് ഞാൻ ഇറങ്ങിയില്ല. അപ്പൊ ഇനി പുല്ലാടിക്കുന്ന് ഭാഗത്തേക്കാണ് പോകുന്നത്. മാളിക്കടവ് നേരത്തെയൊക്കെ ഞാൻ താഴെ ഭാഗത്ത് കാണിച്ചിരുന്നു. മുകൾ ഭാഗത്തൂടെ യാത്ര ചെയ്യാത്തതുകൊണ്ട് മുകൾ ഭാഗത്തൂടെ പോയതാണ്. ഇനി പുല്ലാടിക്കുന്ന് ജംഗ്ഷനിലാണ് കൂടുതൽ കാണിക്കാനുള്ളത്. അപ്പൊ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെയുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഭാഗത്തൊന്നും വലിയ വർക്കുകളൊന്നും ഇല്ല. ഇനി വരാനുള്ള വലിയ വർക്ക്, ക്യാമറ വെക്കുന്ന വർക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ സ്പീഡ് ക്യാമറ, ഈ വരുന്ന ഭാഗത്ത് കണ്ടില്ല, സ്പീഡ് ക്യാമറന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് പോവേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യുക. നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പുള്ളാടിക്കുന്ന് ഭാഗത്താണ് ഫ്ലൈ ഓവർ വരുന്നത്. മാളിക്കടവ് ഞാൻ തെറ്റായിട്ട് പറഞ്ഞിരുന്നത്. കുറെ ആയി ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റ് വന്നാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇടത്തോട്ടാണ് പുള്ളാടിക്കുന്ന് ഭാഗത്തേക്ക് എക്സിറ്റ് ആവുന്ന ഒരു ഭാഗം കൂടെ. പുള്ളാടിക്കുന്ന് ഭാഗത്താണ് വലിയൊരു ഫ്ലൈ ഓവറൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്ത് കുറെ വർക്കുകളൊക്കെ നടക്കാനുണ്ടായിരുന്നു. അവിടെ എന്താണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പൊ ഞാനിപ്പോൾ മാളിക്കടവ് ഭാഗത്ത് ഇവിടെ കടന്നു വന്നു. ഇതാണ് ഇവിടുന്നുള്ള ഈ ഭാഗത്തൊക്കെ നല്ല ലൈൻ മാർക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞത് കാണാം. ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി നമുക്ക് പുള്ളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് പോയി നോക്കാം. ആ ഭാഗത്താണ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് 1163 മുംബൈയിലേക്കുള്ളത്. ഇവിടെ ഒരു വലിയ ഹോളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളം ഒഴുകി പോകും. ചില ഭാഗത്തൊക്കെ ചെറിയൊരു പൈപ്പിന്റെ വണ്ണത്തിലുള്ള ഹോളുകളൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെയൊക്കെ കാണാം, നമുക്ക് ചെറിയൊരു ഹോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ടാണ് പെട്ടെന്ന് ഹൈവേയിൽ വെള്ളം നിറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുള്ളാടിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുക്കാം. ഇതാണ് എക്സിറ്റ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എരിഞ്ഞിക്കൽ ഭാഗത്തേക്കാണ് ഈ എക്സിറ്റ്. രണ്ട് ഭാഗത്തും കൂടെ പുള്ളാടിക്കുന്ന് എരിഞ്ഞിക്കൽ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഒരു എക്സിറ്റ് ആണ്. അപ്പോൾ ഇതാണ് എരിഞ്ഞിക്കൽ ഭാഗം. എരിഞ്ഞിക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് ഈ സൈഡിലേക്ക് ഫുട്പാത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഭംഗിയില്ലാത്ത ഒരു വൃത്തിയില്ല ഒട്ടും. ഒരു നല്ല രീതിയിൽ ചെയ്ത പോലെ തോന്നുന്നില്ല. എങ്ങനെയൊക്കെയോ അവിടെ ചെയ്ത പോലെയാണ് കാണുന്നത്. കുറേയൊക്കെ പൊങ്ങി നിന്നിട്ടും വർക്ക് അറിയാത്ത ആളുകളൊക്കെ ഫസ്റ്റിലായിട്ട് ചെയ്യുന്ന പോലെയാണ്. ഇവിടെയൊക്കെ പകുതി ആയിട്ടുള്ളൂ, ഇനിയും ചെയ്യാനുണ്ട്. ഇവിടെ എരിഞ്ഞിക്കൽ എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ബസ് സ്റ്റോപ്പിന്റെ പണിയൊക്കെ നല്ല ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ട്. അമ്പലപ്പടി ബസ് സ്റ്റോപ്പ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ബോർഡ് കൊടുത്തത്. ഫുട്പാത്തിന്റെ വർക്ക് ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയോ അങ്ങോട്ട് കാട്ടി വെച്ച പോലെയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പൊങ്ങി കിടക്കാണ്. ഈ കട്ടകള് കുറെ തള്ളിത്തെറിച്ച് അങ്ങനെയാണ് കിടക്കുന്നത്. ഇനി വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പുള്ളാടിക്കുന്ന് എത്തിയിട്ടുണ്ട്. പുള്ളാടിക്കുന്ന് ഫ്ലൈ ഓവറിന് താഴ്ഭാഗത്താണ്. ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ ഉള്ളില് എന്തൊക്കെയാ സൈഡിലൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് കുറെ ടാങ്കർ ലോറികളൊക്കെ അങ്ങനെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഇവരെ കമ്പനീൻ്റെ ആയിരിക്കാം. ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ ഭാഗത്ത് ഇവിടെ ടാറിങ് നടക്കുന്നുണ്ട്. കാണാം നമുക്ക്. ഇവിടെ ടാറിങ് നടക്കുന്നുണ്ട്. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ കുറച്ച് പേര് അതിലൂടെ തന്നെ വാഹനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിലാണ് ഇപ്പോൾ ടാറിങ് നടക്കുന്നത്. മുകളിലൊക്കെ ഇനി ഗ്രൈൻഡ് ചെയ്യാനും പെയിന്റിംഗ് ഒക്കെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ ഭാഗത്താണ് കുറെ മണ്ണും ചെളിയൊക്കെ കൂട്ടിയിട്ടുള്ള കിടക്കുന്നത്. ഇതൊക്കെ എടുത്തു മാറ്റാനോ ഇവിടെ ക്ലിയർ ചെയ്യാൻ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ യൂസിങ് ചെയ്യും എന്നൊക്കെ വാർത്തകളിലൊക്കെ കേട്ടിരുന്നു. ജിമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ പാർക്ക് എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഒരു ഓവർപാസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസുകൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സൈഡിൽ ഈ ഭാഗത്ത് ചെറിയ ഫുട്പാത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാണാം. വർക്ക് ചെയ്യുന്നുണ്ട്, അതേ സ്ഥലത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്താ ചെയ്യലേ, ബൈക്കേരൊക്കെ ഒന്നും നോക്കാതെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് റോഡ് അമർത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക്. കാറുകളൊക്കെ വീണ്ടും വന്നു. ഇങ്ങോട്ട് വരുമ്പോൾ അത്തോളി ഭാഗത്തേക്കുള്ള ബസ്സാണ് പോയത്. ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള കട്ടകളൊക്കെ ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരുന്നത്. ഇവിടെ കാണാം നമുക്ക് ബോർഡ്
കുറ്റ്യാടി, രാമനാട്ടുകര, പാവങ്ങാട്, പരുന്തുരുത്തി അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു വലിയ ജംഗ്ഷൻ കൂടെയാണ്. ഇവിടെയാണ് ഇവർ ഈ കട്ട നിർമ്മിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കട്ടൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് കട്ടകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അച്ച്. ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്ന കാണുന്നില്ല, ആവശ്യത്തിനുള്ള കട്ട നിർമ്മിച്ചാൽ അറിയില്ല. ഇതാണ് ഈ ഭാഗത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ വരുന്നത്. കുറ്റ്യാടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളാണ്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സർവീസ് റോഡ് കാണാം. ആ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി പെയിൻറ്റിങ് ഒക്കെ വരാനുണ്ട്. അതുപോലെ പൈപ്പിൻ്റെ വർക്ക്, ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഇവിടെയാണ് മെഷീനറി ഒക്കെ കാണാം. കട്ടൻ്റെ വർക്കിൻ്റെ ബേബി മെറ്റൽ ഇങ്ങനെ എംസാൻ്റെ ഒക്കെ കൊണ്ടുവന്നാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ട് കാണാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം കാണും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഫ്ലൈ ഓവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം കട്ട വർക്ക് കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചതാണ്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ തോന്നുന്നുണ്ട്. റോട്ടിലൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേങ്ങേരി മുതൽ പുള്ളാടിക്കുന്ന് വരെയുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാവൂ. വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ കാഴ്ചകൾ, അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ അതുകൂടാതെ യാത്രാ വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.